നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. അഭിനവഗാനം തവ സങ്കീർത്തനഗാനം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ.
കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുക, ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. നീയല്ലോ മാമക ജീവിതാശ, ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും. ഇരവാകെ കാവൽക്കാർ ജാഗ്രതയിൽ പുലരിയെ പാത്തിരിക്കുന്നത് പോൽ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. മൽപ്രാണൻ ദൈവത്തെ പാർത്തിരിപ്പൂ, ഇസ്രായേലുമേവം പ്രത്യാശ വച്ചു. ഇസ്രായേലിൻ രക്ഷകൻ നീയാണല്ലോ, കാരുണ്യം തൂകുന്ന പാലകനും. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. വിശ്വം വെടിഞ്ഞോർക്കൻ ദൈവമേ നീ ശാശ്വത വിശ്രാന്തി നൽകിടേണേ. നിത്യമാം ശിക്ഷാവിധിയിൽ നിന്നും മൃത്യു വരിച്ചോരെ മോചിക്കണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ.
ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോൽ കർത്താവേ നിന്നെ വിളിച്ചു തേടി നടപ്പൂ ഞാൻ ദാഹിപ്പൂ ഞാൻ എന്നീശൻ ജീവിത നായകനായി ദൈവത്തിൻ തിരുമുഖമെന്നാളടിയൻ ദർശിപ്പൂ ചോദിപ്പൂ പരിഹാസമുടെ എവിടെ നിൻ ദൈവം രാപകലൻ മിഴിനീരല്ലോ എന്നുടെ ആഹാരം നിറയുന്നെൻ മാനസമതിലെന്നോർമ്മകൾ വിരിയുന്നു ആമോദക്കുളകമണിഞ്ഞ ജനതതിയെന്നൊരു നാൾ പുരുഷാരത്തിനുടെ ഉത്സവമേളകളുയരുമ്പോ ദൈവത്തിൻ ഭവനത്തിൽ ഞാൻ പോകും സാമോദം ആത്മാവേ നെടുവീർപ്പോടെ കരയുന്നെന്തിനു നീ രക്ഷകനിൽ ശരണം വെച്ചിട്ടോതുക നിൻ സ്തുതികൾ നീർച്ചാലുകൾ തേടി നടക്കും മാൻപേടകളെ പോൽ കർത്താവേ നിന്നെ വിളിച്ചു തേടി നടപ്പൂ ഞാൻ ദാഹിപ്പൂ ഞാൻ എന്നീശൻ ജീവിത നായകനായി ദൈവത്തിൻ തിരുമുഖമെന്നാണടിയൻ ദർശിപ്പൂ മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ
അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കൻ പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കരുണയേഴും മമനാഥായന്റെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മന്നിൽ. കരുണയേഴും മമനാഥായന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മന്നിൽ.
എന്നുടെ രോദന നിനദം കേൾക്കാൻ നിൻ ചെവി ചായ്ക്കണമേ. കരുണയേഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. നരരുടെ ദൃഷ്ടിയിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നുമിതാ. നരരുടെ ദൃഷ്ടിയിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നുമിതാ മറയുകയാണേ കാലമതിനുടെ തിരശീലയതിനുള്ളിൽ. മറയുകയാണേ കാലമതിനുടെ തിരശീലയതിനുള്ളിൽ. കരുണയേഴും മമനാഥ എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ. കരയും കടലും നിറയും ഓനേ. പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി എന്നെ നീ അറിയുന്നു. പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. നാഥ നിന്നുടെ മാംസനിണങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു. ആദിയിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതിവെക്കുവാൻ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ.
മാംസവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. സജീവവും ജീവിതാഗ്രഹവുമായ ശബ്ദത്താൽ കർത്താവിനെ ആ ശബ്ദം അഹരിമായ ജീവിയുടെ ദിവസത്തിൽ നിന്ന് ദാസനെ വിളിക്കുകയും നിന്റെ വർത്തമാനം നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങളും ജീവിതത്തിലെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ മരിച്ചവരെ കർത്താവിനെ ജീവിക്കണമേ. ജീവിക്കുന്നവരെ പരിപാലിക്കണമേ. ഭാരം ഉപേക്ഷിച്ച് മരണപ്പെട്ടവരെ മറിഞ്ഞോടെ ഏൽപ്പിക്കുക.
ഞാൻ മതി എനിക്കു തന്നെ എന്ന ചിന്തയായി എന്റെ മാർഗം എന്റെ ഇഷ്ടമെന്ന പോലെയായി നിന്റെ രക്ഷണീയ പാദം തേടിടാതെ ഞാൻ നീ നയിക്കുക സന്തതം വിഭോ നിൻ പ്രകാശധാര തൂകി നീ നയിക്കുക ഹാസുരാഭ ചേർന്നിടുന്ന പൊന്നുഷസ്സിനായി ഭീതിലേശമേഷിടാത്ത നാളെ നോക്കി ഞാൻ എന്നിൽ മാത്രം ആശ വെച്ചു ഞാൻ കടന്നുപോയി. ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി സന്നദ്ധകൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നവീകരിക്കുന്നതിനുമായ കർത്താവേ, ഞങ്ങൾ ആരാധിക്കുമ്പോൾ ചെയ്യുന്നു. എന്തുകൊണ്ടാൽ ഇവരുടെ നല്ലന്റെ നാഥനാകുന്നു ദാവൂദനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ദിവസങ്ങളിൽ വിലയിരാക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരാം. നിന്റെ നാട്ടിലെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിലകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനോരമിന്നരുളേണമോ. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിന്റെ വിജയത്തിനായി അവരോടുകൂടെ മേഖലകളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകാരുടെ പരസ്പരം ആശ്വസിപ്പിക്കുകയും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച
ഈശോ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അവസാന പ്രതിഷ്ഠാക്ഷ സാങ്കേതികത്തിലെ ആരാധന നീണ്ട 76 കൊല്ലക്കാലം നമ്മളോടൊപ്പം ജീവിച്ച് നമ്മുടെ സുഖത്തിലും നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടങ്ങളിലും പങ്കുചേർന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ തലങ്ങളിലും നമ്മോടുകൂടി ഇടുകിച്ചേർന്ന് ജീവിച്ചതാണ് ജോണിച്ചേട്ടൻ. നമ്മൾ യാത്ര ചെയ്യുന്ന അവസരത്തിൽ പ്രവാസ കാലഘട്ടം അവസാനിപ്പിച്ച് പരദീസായ കവാടത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കഴിയാതെ അദ്ദേഹത്തോടൊപ്പം തപ്പ് താളങ്ങളും വാജ്മേളാതിയോടുകൂടി സന്തോഷത്തോടെ എല്ലാ ചെയ്യുവാനായിട്ട് നമ്മൾ കൂടിയിരിക്കുന്നത് അല്ലാതെ കഴിയുവാനില്ല. അവരോട് മുകളിൽ കഴിച്ചുകൂട്ടിയ കാലഘട്ടങ്ങളെല്ലാം ഇപ്പോൾ ഒരു സിനിമയിൽ എന്നപോലെ എന്റെ മനസ്സിൽ ഉദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി അറിയാമെങ്കിൽ അതിലപ്പുറത്തേക്ക് ഒന്നും ചീഞ്ഞെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കാതെ ആ സംബന്ധിച്ച് കിടക്കുന്ന ജോലിയുടെ സന്ദേശം അവസാനത്തെ സന്ദേശം എന്താണെന്ന് ഗ്രഹിക്കുവാനായിട്ട് ആത്മനിൽ ശ്രമിക്കുക. ആ സംബന്ധിച്ച് കിടന്നുകൊണ്ട് അദ്ദേഹം നമ്മൾ എന്താ പറയുന്നത്, എന്ത് ഉപദേശം നൽകുന്നു, എന്ത് സന്ദേശമാണ് ഉൾക്കൊള്ളുവാനുള്ളത്. എല്ലാവരും ശാന്തരായി മമതരായി നിന്നുകൊണ്ട് ആ സംബന്ധിച്ച് നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ആ നേട്ടങ്ങളെല്ലാം നമ്മൾ പുറകോട്ട് കൈവിട്ടുകൊണ്ട് ഏകനായിട്ട് എങ്ങനെ നമ്മൾ ലോകത്തിലേക്ക് പോകുമ്പോൾ അതുപോലെ ഒന്നും സ്വയം സമ്പാദിക്കാതെയും നേടാതെയും കൊണ്ടുപോകാതെയും അവനതുപോലെ തന്നെ തിരിച്ചു പോകുന്ന സത്യങ്ങൾ ഓർക്കുകയും ഇന്നലെയോ നാളെ പ്രധാനം വർദ്ധിച്ച് നിങ്ങൾ നടത്തപ്പെടുകയും സ്വന്തപ്പെട്ടവരും വീട്ടുകാരും അവരെക്കാൾ നിങ്ങൾ ചുറ്റുന്നു ഒത്തരം വെച്ച് നിൽക്കുകയും അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ നാടകം നിർത്തപ്പെടുമ്പോൾ നിശ്ചയമായ